മലപ്പുറം ഊർങ്ങാട്ടിരി കിണറ്റിൽ വീണ കാട്ടാനെ രക്ഷപ്പെടുത്തിയതിന് പിന്നാലെ പ്രദേശത്തെ വനമേഖലയിൽ നിരീക്ഷണം ശക്തമാക്കാൻ വനംവകുപ്പ് 2 കുങ്കിയാനകളെ എത്തിച്ച് സ്ഥിരമായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള നടപടികളാണ് ഇന്ന് ആരംഭിക്കുക. കഴിഞ്ഞ ദിവസത്തെ ഒത്തുതീർപ്പ് ചർച്ചയിലെ നാട്ടുകാരുടെ പ്രധാന ആവശ്യമായിരുന്നു ഇത്. ശാന്തകുമാർ വെള്ളാലത്തുണ്ട്. ശാന്തകുമാർ, ഈ ഭീതി പടർത്തുന്ന കാട്ടാനകളെ, കാട്ടുമൃഗങ്ങളെ ഒക്കെ എത്തരത്തിൽ നിരീക്ഷിക്കാനും എത്തരത്തിൽ അവയെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാനുമുള്ള നടപടികളാണ് വനംവകുപ്പ് തുടങ്ങി വെക്കുന്നത്? ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവാണ്. ഇന്നലെ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും ഒപ്പം തന്നെ കിണറിൽ വീഴുകയും ചെയ്ത കൂരങ്കലിലും ഇത് പതിവാണ് എന്ന് നാട്ടുകാർക്ക് നേരത്തെ തന്നെ ആക്ഷേപമുണ്ട്. ആ ആക്ഷേപങ്ങൾക്കാണ് ഇന്നലെ ഈ ഒരു കാട്ടാന കിണറ്റ് കൊള്ളുന്നതോടുകൂടി ഒരു പരിഹാരമായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തുടർച്ചയായി എത്തുന്ന കാട്ടാനകൾ, കൃഷി നശിപ്പിക്കുന്ന കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതിന് വേണ്ടി കുങ്കിയാനകളെ കൊണ്ടുവരണം. അത് ഇന്നലത്തെ ചർച്ചയിൽ വനംവകുപ്പ് അംഗീകരിക്കുകയായിരുന്നു. ഇന്ന് 8 മണിയോടുകൂടി തന്നെ കുങ്കിയാനകളെ എത്തിക്കാനും ഈ ആനകൾ ഉണ്ടെങ്കിൽ, കാട്ടാനകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവ നിരീക്ഷിക്കാനും അവയെ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിക്കും. ഒപ്പം തന്നെ വലിയ വിധത്തിലുള്ള വനംവകുപ്പിന്റെ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരും സംഘവും ഈ കാട്ടിൽ നിലയുറപ്പിക്കാനും ഇത്തരം കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവ തടയുന്നതിനുള്ള എല്ലാ നടപടികളുമാണ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത്. കാരണം കടുത്ത പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായത്. അതിനൊടുവിലാണ് ഏറ്റവും കാട്ടാനയെ കിണറിൽ നിന്നും കയറ്റുന്നതിനുള്ള അനുമതി തന്നെ നാട്ടുകാർ നൽകിയത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഇപ്പോൾ തുടർ പ്രവർത്തനങ്ങളും ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് കുങ്കിയാനകളെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ നിരീക്ഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ശാന്തകുമാർ വെള്ളാലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.